ഗൈസ്. അപ്പോൾ ക്യാമറ ഞാൻ തുന്നിക്കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോയുടെ കാര്യമായിട്ടോ പറയുന്നത്. കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഇങ്ങനെ ഗോപ്രോ ഫുള്ള് കഴിച്ച് പറിച്ചിട്ടതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല അറിഞ്ഞിട്ട്. അപ്പോൾ 2.5 ദിവസത്തെ കഷ്ടപ്പാട് ഇത് ഇപ്പോഴാണ് തീർന്നത്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എപ്പോഴായിരിക്കുന്നത് തമ്പുരാനറിയാം. അപ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ച അപ്പോൾ തീർന്നത്. കുറച്ച് ദിവസം അതിന് മുകളിൽ കളിക്കുന്നു. എന്താ വെച്ചാൽ ഞാൻ ഇതിന് ചാർജിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഓഡിയോ എനിക്ക് എന്താ പറയുക, കണക്റ്റ് ആവാത്ത കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഞാൻ ഇന്ന് അങ്ങ് തീർത്തു. മൂപ്പരെ തീർത്താണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഗോപ്രോയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചൊരു 10-40,000 റുപ്യ അതിൻ്റെ അടുത്തിപ്പോൾ ടപ്പേന്ന് പറഞ്ഞ് പൊട്ടുന്നതാണ്. പക്ഷേ അത് പൊട്ടാണ്ട് കഴിച്ചിട്ടായി. എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ വാങ്ങാൻ. EMI വല്ലതും ഇടേണ്ടി വരും. ആയ കാലത്ത് ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചാണ് ഈ ഒരു ക്യാമറ. ഒരു ഗോപ്രോ മാക്സ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അങ്ങനത്തെ 2-3 മോഡൽസ്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ജീവിച്ച ഞാൻ ഇപ്പോൾ എന്താ ഇങ്ങനെ പറ്റിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എവിടെയാണ് എനിക്ക് പാളിപ്പോയതെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ഡുക്കാട്ടിയുടെ പ്രൊജക്റ്റിൻ്റെ മുകളിലാണ് കംപ്ലീറ്റ് താളം തെറ്റിയത്. കുറച്ച് പേർക്കൊക്കെ അറിയാനുണ്ടാവും. ഞാൻ ഈ R153 മുകളിലൊരു ഡുക്കാട്ടിയുടെ കിറ്റിൻ്റെ ആ ഒരു മോഡിഫിക്കേഷൻ ഫസ്റ്റ് ടൈം ആട്ടോ ഫൈബർ ചെയ്തിട്ട് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു മനുഷ്യനെ. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഡുക്കാട്ടിയുടെ V4നോടുള്ള അഗാധമായ പ്രണയം കാരണം ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതൊരു 13.4 വെച്ചിട്ട് നിർത്തേണ്ടി വന്നു. എന്താ വെച്ചാൽ ആ ഫൈബറിൻ്റെ പൊടിയൊക്കെ ഉള്ളിലെത്തിയിട്ട് ഞാൻ ആകെ സൈഡായി. ഇപ്പോൾ എനിക്ക് പൊടി അലർജിയാണ്. ഒരു പൊടിയുള്ള ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആകെ പോട്ടെ. അപ്പോൾ എൻ്റെ ഗോപ്രോ നൈസായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റണ്ണാണ്. ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ റെക്കോർഡാണോ എന്ന് കൂടി എനിക്ക് അറിഞ്ഞൂടാ. ആണെങ്കിൽ ഇത് വീഡിയോ ആയിട്ട് വരും. വരുന്നുണ്ടെങ്കിൽ വിചാരിക്കുക ഞാനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ അഥവാ എൻ്റെ ഗോപ്രോ വർക്കിംഗ് അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വേസ്റ്റ് ആവില്ലേ? ഒന്ന് ചെക്ക് ചെയ്താവട്ടെ. ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ. ചെറിയ ടൈം പീരീഡ് അല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. വർക്കിംഗ് ആണ്.